നമസ്കാരം. ഏകവിര കളരിപ്പയറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ജൂൺ 1 മുതൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കുമല്ലോ. സോ ഇതുവരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിയുടെ ഫീഡ്ബാക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. കാരണം നമ്മളാൽ മറ്റൊരാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവിടെ എത്തിയ പല ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവർ അത് മാറ്റിയെടുക്കാനായിട്ട് ഇത്രയും നാളത്തെ ക്ലാസ് കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു കുട്ടിക്ക് വേണ്ടിയ കാര്യങ്ങൾ, അപ്പോൾ അതെല്ലാം പറഞ്ഞ് നമ്മളത് മറ്റൊരു രീതിയിൽ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കുട്ടിക്ക് അങ്ങോട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അതിനോട് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെ ആ കുട്ടി ഫോളോ അപ്പ് ചെയ്ത് വന്നപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല. ആ കുട്ടി അത് അനുഭവിച്ചവർ, അത് അറിഞ്ഞവർ, മാറ്റം ഉണ്ടായവർ, അവരത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമുക്കത് എന്താണെന്നുള്ളത് ആ കുട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് കേട്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് ശ്രദ്ധ. എൻ്റെ വീട് ഇവിടെ ആലപ്പുഴയിലാണ്. അപ്പം ഞാൻ ഇവിടെ വന്നത് ആക്ച്വലി എനിക്ക് കുഞ്ഞിലേ മുതലേ മാർഷൽ ആർട്സിനോട് താല്പര്യമുണ്ട്. പക്ഷെ കുഞ്ഞിലേ എന്തുകൊണ്ടോ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ ഫുള്ള് പഠിത്തത്തിലോട്ടൊക്കെ പോയി അതിൻ്റെ പുറകെ പോയി. എന്നാലും ഇതിനോടൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നല്ല ഫിസിക്കൽ ആവശ്യമുണ്ട്. അപ്പം പ്ലസ് എനിക്ക് കുറച്ച് കോൺഫിഡൻസും കുറവായിരുന്നു. ഏകവീരാൽ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എവിടെ ചേരണമെന്ന്. കാരണം കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന വേറെയും കളരിയുണ്ട്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു, കുറേ റിവ്യൂസ് ഒക്കെ നോക്കി ഏതായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത് വേറൊരു കളരിയുണ്ട്. പക്ഷെ അവിടെയും ബെറ്റർ ആയിട്ട് ഫീഡ്ബാക്കും പ്ലസ് നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റും തോന്നിയത് ഏകവീരലാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഓക്കെ, ഇവിടെ ചേരാന്ന് വിചാരിച്ച് ഇവിടെ തന്നെ വന്നു. പലരും പറഞ്ഞു വേണ്ട, വേറൊരു കളരിയുണ്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ വന്ന ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ വന്നത് ഓക്കെ കറക്റ്റ് സ്ഥലത്താണ് വന്ന് എത്തിപ്പെട്ടതെന്ന് തോന്നി. പിന്നെ ഫസ്റ്റ് ഡേ മുതൽ ആശാൻ തന്ന സപ്പോർട്ട്, ഓരോരുത്തരെയും പ്രത്യേകം കെയർ ചെയ്യുന്ന, അവരുടെ വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ആശാൻ തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പിന്നെ ഞാൻ ഫിസിക്കലിൻ്റെ കാര്യത്തിൽ എനിക്ക് പയ്യെ നല്ല കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഫിസിക്കൽ മാത്രമല്ല, മാർഷൽ ആർട്സിൻ്റെ കൂട്ടത്തിൽ ആശാൻ തന്ന മെഡിറ്റേഷൻ ക്ലാസ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഒരാൾ കൂടെ ഇരുത്തി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകും. ചെയ്യാൻ മടിയാണെങ്കിൽ പോലും ഒരാൾ കൂടെ ഇരുത്തി ചെയ്യിപ്പിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര അത് ചെയ്യാനുള്ളൊരു താല്പര്യവും കൂടും. ആശാന്റെ സൈഡിൽ നിന്ന് ആശാൻ എത്ര ഇൻപുട്ട് ഇടുമ്പോൾ നമ്മളും അത് തിരിച്ച് കൊടുക്കണമെന്നുള്ളൊരു ഭയങ്കര വലിയ കാര്യമുണ്ട്. അപ്പം ഞാനത് കറക്റ്റായിട്ട് ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഞാൻ ക്ലാസ്സിന് പോകുന്ന സ്ഥലത്തെ സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന്. അപ്പം ഇത്തവണ ചെന്നപ്പം എനിക്ക് ആദ്യം കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ശ്രദ്ധ യു ഹാവ് ഇമ്പ്രൂവ്ഡ് എ ലോട്ട് എന്നാ. പണ്ട് പറഞ്ഞത് യു ഹാവ് ടു ഇമ്പ്രൂവ് ലോട്ട് എന്നാണെങ്കിൽ ഇപ്പം എനിക്കത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു 90% ക്രെഡിറ്റ് ഞാൻ ഏകവീരയ്ക്കും വിഷ്ണുവാശനും കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. കാരണം ആശാൻ തന്ന സപ്പോർട്ടും ഒരു കെയറും കൊണ്ടാണ് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായത്. ഇപ്പം ഫിസിക്കലിൻ്റെ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടായി, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും മൊത്തത്തിൽ എനിക്ക് കോൺഫിഡൻസും ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരേപോലെ കൊണ്ടുപോകാൻ ഇപ്പം പറ്റുന്നുണ്ട്. പിന്നെന്താ, ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും എൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പണ്ട് ഭയങ്കര വിഷമമായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കറിയത്തില്ല, എനിക്ക് വിഷമിക്കാൻ കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എന്തോ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടുത്തെ ഹാപ്പിനെസ്, ഇവിടുന്ന് ആശാൻ തരുന്ന സപ്പോർട്ട്, ആശാൻ തരുന്ന മെഡിറ്റേഷൻ ക്ലാസ്സിൻ്റെ ഗുണം എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ പ്രശ്നം എത്ര ചെറുതാണെന്നും അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറേ ഹാപ്പിനെസ് ചുറ്റിനും ഉണ്ടെങ്കിൽ ആ സന്തോഷത്തിൽ പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
അടിപൊളി ക്ലാസ്സാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആശാന് ഒരു ഓറയുണ്ടെന്ന്. അത് സത്യമാണ്. അത് കളരിയിൽ വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് തോന്നും. ഞാൻ പോകുന്ന എക്സാമിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒരു ഐറ്റം ചെയ്താൽ ബോണസ് പോയിന്റ് ഉണ്ടാവുമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അപ്പം ആശാൻ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ആശാൻ എനിക്ക് ചോദിച്ചായിരുന്നു എന്തൊക്കെ ഫിസിക്കലാണ് ഉള്ളതെന്ന്. അപ്പം ഞാൻ പറഞ്ഞതിനനുസരിച്ചുള്ള എല്ലാ എന്താ പ്രാക്ടീസ് ആണേലും എക്സസൈസ് ഒക്കെ ആണേലും കളരി പ്രാക്ടീസിന്റെ ഒപ്പം എനിക്ക് ആശാൻ തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഫിസിക്കലി കോൺഫിഡൻസ് ആയപ്പം ഞാൻ ആശാനോട് പറഞ്ഞു, ആശാനെ ഒരു ഐറ്റവും കൂടി ഉണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞില്ല, അത് ചെയ്ത ബോണസ് പോയിന്റ് ആണെന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആശാന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് പറഞ്ഞ ദിവസം മുതൽ ആശാൻ എനിക്ക് അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് തന്നു. എന്നെ അതിനുവേണ്ടി സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ചു. നല്ല രീതിയിൽ പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങള്. അപ്പം ഇത്തവണ ക്ലാസ്സിന് പോയപ്പം ഞാനത് അറ്റംപ്റ്റ് ചെയ്യാന്ന് നോക്കി. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ സാറ് സമ്മതിച്ചില്ല. സാറിന് എന്തോ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. സാറിന് റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സാറ് ചെയ്യിപ്പിച്ചില്ല. ഇത്തവണ ഞാൻ നല്ല കോൺഫിഡൻസ് ആയതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചു, ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ സാറ് ആദ്യം ഡൗട്ട് അടിച്ചെങ്കിലും ആദ്യം തന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടി സാറിന് മനസ്സിലായപ്പോൾ സാർ എന്നെ കൊണ്ട് തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച. അപ്പൊ ഞാനത് ചെയ്യുന്നുള്ളൂ. അപ്പൊ സാർ ചെയ്തോളാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ചെയ്തതിൽ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കത് ചെയ്യാൻ പറ്റിയത്. ബാക്കിയൊക്കെ കളരിയിൽ വന്നിട്ട് എനിക്ക് തോന്നി ഓക്കെ ഫിസിക്കൽ ഇപ്പം ഏതാണ്ട് സെറ്റായി എന്ന് എനിക്ക് തന്നെ തോന്നിയാണ്. പക്ഷെ ആ കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. അത് ഞാൻ തന്നെ ചെയ്തു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ പിന്നെ വിഷ്ണുആശാനാണ് എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത്. സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാറിന് ആദ്യം ചെയ്തപ്പോൾ തന്നെ സാറിന് മനസ്സിലായി ഓക്കെ ശ്രദ്ധ അത്യാവശ്യം സ്റ്റേബിൾ ആയി എന്ന് മനസ്സിലായത് കൊണ്ടാണ് അത് ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ സാറ് സമ്മതിക്കത്തില്ല അത് ചെയ്യാൻ. വേറെ കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്താ ചെയ്തത്, തന്നെ ചെയ്തത് ഞാനാണ്. ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്, മുന്നേ തുടങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ വെക്കേഷൻ ക്ലാസ്സിന് വന്ന ഒരു കൊച്ചിനിക്ക് ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യൂ, 2 മാസം കൊണ്ട് നിർത്തണ്ട, ഇവിടെ കണ്ടിന്യൂ ചെയ്യൂ, എനിക്കൊക്കെ നല്ല റിഗ്രറ്റ് ഉണ്ട് കുഞ്ഞിലേ വരാത്തയില്ലെന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാ. ഞാൻ കളരിക്ക് പോവാൻ എനിക്ക് ഇവിടെ വരാൻ ഒരു മടിയില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ ഉറക്കം എണീക്കാൻ നല്ല മടിയാ. അപ്പൊ അച്ഛനും അമ്മയും ഒരുപോലെ സപ്പോർട്ടാ പോകാൻ വേണ്ടി. പിന്നെ ആശാൻ തരുന്ന സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ. പ്രത്യേകം ട്രെയിനിങ് ഓരോ എക്സസൈസും ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ തന്നെ അപ്പം തന്നെ എല്ലാം ശരിയാക്കാനും അത് നമ്മൾ പ്രത്യേകം അന്വേഷിക്കും, പ്രത്യേകം മരുന്നൊക്കെ പറഞ്ഞു തരും. നമ്മൾ എല്ലാവരെയും അങ്ങനെ തന്നെയാണ്. അപ്പം അതൊക്കെ ഞാൻ വീട്ടിൽ പറയാറുണ്ട്. അപ്പം വീട്ടിലും അറിയാം ആശാൻ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ഞാൻ മടിക്കാറില്ല, എന്നാലും ഇച്ചിരി മടിച്ചാലും അച്ഛനും അമ്മയും എന്നെ ശരിക്കും പറഞ്ഞു വിടും. എന്നിട്ട് അച്ഛനും അമ്മയും പറഞ്ഞു ആശാൻ ഇത്ര നല്ലതായിട്ട് അത്രയും ഇൻപുട്ട് എടുത്ത് നിൽക്കുമ്പോൾ നിന്റെ സൈഡിൽ നിന്നും 100% കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടാണ്. അവര് ഭയങ്കര പ്രൗഡാണ് കേട്ടോ കളരിയിൽ വന്നതിൽ. മെഡിറ്റേഷൻ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോഴും ലാൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ പണ്ട് ലാൻഡ് ചെയ്യുമ്പോൾ ചുമ്മാ വീഴുമായിരുന്നു. പക്ഷെ ഇപ്പൊ ലാൻഡ് ചെയ്യുമ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ട് ലാൻഡ് ചെയ്യാം, നല്ല സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതപ്പം ശരിക്കും ഇവിടുത്തെ ട്രെയിനിങ് പ്ലസ് മെഡിറ്റേഷന്റെ ഒരു സ്കില്ലും ഉണ്ടാ. പിന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടിയത് ഞാൻ അതിൽ മെഡിറ്റേഷൻ ഒരു എന്താ നമുക്ക് നല്ലോണം ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കവിടെ സൈക്കോളജി ടെസ്റ്റ് കുറേ ഉണ്ട്. അപ്പോൾ ഈ മെഡിറ്റേഷൻ കാരണം അത് നല്ലോണം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. സൈക്കോളജി ഒക്കെ അത്യാവശ്യമല്ല നല്ലോണം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ടു ഡു ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പെർ ഡേയുടെ അല്ല, ഒരു ലോങ് ടൈമിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതില് ഈ മെഡിറ്റേഷൻ ഉണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം എന്നിട്ട് ഓരോ മന്തിന്റെ ആകുമ്പോൾ ഇങ്ങനെ ടിക്കറ്റ് നോക്കും ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇപ്പൊ ഞാനതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാ. എന്ന് വെച്ചാൽ നമ്മള് എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാ സത്യമായിട്ട്. എന്റെ കൂട്ടുകാരൊക്കെ കേട്ട സത്യമായിട്ടും എന്ന് വെച്ചാ ഞെട്ടിപ്പോവും എന്റെ മാറ്റം. ഞാൻ നല്ല കരഞ്ഞു പിഴിഞ്ഞിരുന്ന ടീമാ. കൂട്ടുകാർ പറഞ്ഞു പണ്ട് ശ്രദ്ധേനെ എപ്പോ വിളിച്ചാലും കരച്ചില് പിഴിച്ചില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എപ്പോഴും വിഷമം പറച്ചില്, സങ്കടം, ശോകം, ഒരു
എന്താണ് പോസിറ്റിവിറ്റി ഇല്ല, ഫുള്ള് നെഗറ്റിവിറ്റി. അവർക്ക് കൊടുക്കത്തില്ല ഞാൻ, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്തായാലും നെഗറ്റീവ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, എപ്പോഴും ഏത് അവസ്ഥയിലും കൂടെ ഉണ്ട്. അപ്പം ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ നല്ല വൈബാണ്, നല്ല പോസിറ്റീവാണ്. അപ്പം ഇങ്ങനെ അവരൊക്കെ ചോദിക്കും എന്ത് പറ്റി. ഞാൻ പക്ഷെ കുറേ പേരോടൊന്നും പറഞ്ഞിട്ടില്ല ഇതിന് ക്ലാസ്സിന് വരുന്ന കാര്യം. ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ സർപ്രൈസ് പോലെ പറയാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പം അവർക്ക് മൊത്തത്തിൽ നോക്കുമ്പം ആള് വൈബായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് പറയുക, നെഗറ്റിവിറ്റി, ഞാൻ ഇപ്പം നെഗറ്റിവിറ്റി അടിക്കാറില്ല. എനിക്ക് മനസ്സിലായി ഈ നെഗറ്റിവിറ്റി അടിച്ചാൽ അത് സ്പ്രെഡ് ആവും. അപ്പം ഞാൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ എന്താ, പോസിറ്റീവാണ്, നല്ല ഹാപ്പിയാണ്, എല്ലാവരെയും ഭയങ്കര മോട്ടിവേഷനാണ് ഞാൻ. ഇങ്ങനെയൊക്കെയായി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് സ്ട്രെസ് ആവാം, ചിലർക്ക് ആങ്സൈറ്റി ആവാം, മറ്റു ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ അഫെയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാവാം. എന്ത് തന്നെ പ്രശ്നമായാലും അതെന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട്, ചിലർക്ക് അതെന്താണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാവില്ല. അവർക്ക് ഒരു കാര്യം അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര മടി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്, അവരുടെ കർമ്മ മേഖല എന്താണെന്നുള്ളതും കൃത്യമാക്കി മനസ്സിലാക്കി കൊടുത്ത്, അവർക്ക് അതിന് വേണ്ട മെഡിറ്റേഷൻസും എക്സസൈസസും ഈവൻ കളരിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവർ പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. അത് ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. സോ ഇതുപോലെ ഒട്ടനവധി ആളുകൾ നമുക്ക് ഒപ്പം മെഡിറ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ആളുകളുണ്ട്. സോ വരും സമയങ്ങളിൽ, ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെഡിറ്റേഷനിലോട്ട് താല്പര്യമുണ്ട്, കളരി പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ആ നമ്പറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.